കോട്ടയം ശൈലിയിലുള്ള ഒരു അയലക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അയല മുളകിട്ടതാണ് ഇന്നത്തെ റെസിപ്പി. അതിലേക്കായി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ച് അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ കടുകും അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവ് ഉലുവയും ചേർത്ത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളിയും അതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ഇഞ്ചിയും ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് ഏകദേശം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളൊരു സവോള ചേർത്ത് അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ സവോള ഇല്ലെങ്കിൽ നമുക്ക് അവിടെ ഒരു 10 20 ചെറിയ ഉള്ളി തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം അത് ചേർത്താലും മതി. നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്നൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് ഏകദേശം ഒരു 3/4 ടേബിൾ സ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ ഒരു ഉള്ളിയുടെ കളറെല്ലാം ഒന്നൊരു ബ്രൗൺ കളർ ആകുമ്പോൾ അത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മളതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി, നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടേബിൾ സ്പൂൺ സാദാ മുളകും ചേർത്ത് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം എല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 2 അല്ലി കൊടമ്പുളി എടുത്ത് ചൂടുവെള്ളത്തിലിട്ട് വെച്ചതാണ്, അതൊന്ന് എടുത്ത് നമുക്കതിലേക്ക് ആ കൊടമ്പുളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് അതിന് ശേഷം നമ്മൾ ഏകദേശം ഒരു ഈ കൊടമ്പുളി എല്ലാം ഒന്ന് ചേർത്ത് ഇത്തിരി ചൂടുവെള്ളത്തിൽ വിട്ടിട്ട് വേണം കൊടമ്പുളി എപ്പോഴും ചേർക്കാൻ. അപ്പോൾ അതിൻ്റെ ആ പുളിയെല്ലാം പെട്ടെന്ന് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. എന്നതിന് ശേഷം ഇതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം 1 കപ്പ് ചൂടുവെള്ളം തന്നെ ചേർക്കുക. അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് നന്നായി ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഞാൻ അയില മീനാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 500 ഗ്രാം വരുന്ന അയില മീനാണ് എടുത്തിരിക്കുന്നത്. നന്നായി കഴുകി വൃത്തിയാക്കി നല്ല ചെറുതായി കട്ട് ചെയ്തിരിക്കുന്ന അയില മീനെടുത്ത് ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ മീൻ നമുക്ക് ഇതിലേക്ക് ചേർക്കാം. മീൻ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒത്തിരി തവിയിട്ട് ഇളക്കിയിരിക്കുന്നത് മീൻ പൊടിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം തവിയിട്ട് ഇളക്കാണെങ്കിൽ നമ്മൾ ഇളക്കേണ്ടത്. എന്നതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ഇതൊന്ന് നമുക്ക് അടച്ച് വെച്ച് വേവിക്കണം. ഈ മീനെല്ലാം ഒന്ന് ശരിക്ക് കുക്കായി വരാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അടച്ച് വയ്ക്കുന്നതിന് മുമ്പ് കുറച്ച് കരിവേപ്പിലും കൂടി ഇതിലേക്ക് വെതറിയിട്ടിട്ട് വേണം നമ്മൾ ഇത് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാൻ. വളരെ ടേസ്റ്റായുള്ളൊരു കോട്ടയം സ്റ്റൈൽ അയലക്കറിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് ഈ കറിയുടെ ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഏകദേശം മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ചുറ്റിക്കാൻ പാടും, ശരിക്കും ഇങ്ങനെ തവിയിട്ട് ഇളക്കാൻ പാടില്ല. ഇളക്കുമ്പോൾ മീൻ പൊട്ടാതെ നോക്കണം, ഉടഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നതിന് ശേഷം ഇതിലേക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു 1-2 ടീസ്പൂൺ അളവിലുള്ള വെളിച്ചെണ്ണയും കൂടി തൂവി വെച്ച് ഇതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞ് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അയലക്കറി റെഡി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ചാനൽ കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിലും കൂടി അറിയിക്കുക. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായിട്ട് ഇനിയും എൻ്റെ ചാനലൊന്ന് കാണുക. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിരിക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.